ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഇസ്ലാം പാഠശാല.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الإخوان والأخوات أوصيكم وإياي بتقوى الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بأبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും അവൻ്റെ ദീനിനെയും യഥാവിധി മനസ്സിലാക്കുവാനും ആ മാർഗത്തിൽ ജീവിച്ചു മരിക്കാനും നമ്മിൽ ഓരോ സ്ത്രീ പുരുഷന്മാരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു അത്ഭുത സംഭവം, ഒരു മോചിതത്തിനെ സംബന്ധിച്ചാണ് ഈ അധ്യായത്തിൻ്റെയും ഈ വചനത്തിൻ്റെയും ഉള്ളടക്കം. ഇന്ന് ലോകത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അനുകൂലവും പ്രതികൂലവുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പണ്ഡിതന്റെ ഭാഷയിൽ മുഹമ്മദ് നബിയും ഇസ്ലാമും അതിൻ്റെ ശത്രുക്കളുടെ കുതന്ത്രങ്ങൾക്കും വിവരമില്ലാത്ത അനുയായികളുടെ വിഡ്ഢിത്തങ്ങൾക്കും ഇടയിൽ ആണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളെന്ന നിലക്ക് ഓരോരുത്തരും എന്തുകൊണ്ടാണ് ഇത്രയധികം മതങ്ങളുണ്ടായിട്ടും ഇത്രയധികം ദർശനങ്ങളുണ്ടായിട്ടും ഇന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. തീർച്ചയായും അത്തരം ഒരാലോചനയിൽ മുഹമ്മദ് നബിയുടെയും ആ നബിയുടെ വാക്കുകളും അത് ഉൾക്കൊള്ളുന്ന ദർശനവും അതിൻ്റെ മഹത്വവും
നമ്മുടെ ആ ദർശനത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മയും എങ്കിലും ചുരുങ്ങിയത് ബോധ്യപ്പെടും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ വളരെ സുപ്രധാനമായ ഒരു മോജിസത്താണ് ഇസ്രാ മിഅ്റാജ് എന്ന സംഭവം. ഈ സൂറത്തിന്റെ തന്നെ പേര് സൂറത്തുൽ ഇസ്രാ എന്നാണ്. ഈ ആയത്ത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്ത് അൻ നജും, അതിലും മിഅ്റാജിനെ സംബന്ധിച്ചും അള്ളാഹുമായുള്ള സംഭാഷണത്തെ സംബന്ധിച്ചുമൊക്കെ പരാമർശമുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. ഒറ്റ രാത്രി കൊണ്ട് മക്കയിലെ മസ്ജിദുൽ ഹറമിൽ നിന്നും അങ്ങ് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് തൻ്റെ അടിമയെ, തൻ്റെ ദാസനെ രാപ്രയാണം ചെയ്യിച്ചവൻ എത്ര പരിശുദ്ധൻ. എങ്ങനെയുള്ളതാണ് മസ്ജിദുൽ അഖ്സ? അല്ലദീ ബാറക്ന ഹൗലഹു. ആ മസ്ജിദുൽ അഖ്സക്ക് ചുറ്റുമുള്ള പ്രദേശത്തെ നാം ബർക്കത്ത് ചുരിഞ്ഞിരിക്കുന്നു, അനുഗ്രഹിച്ചിരിക്കുന്ന പ്രദേശം. എന്തിനാണ് ഇങ്ങനെ ഒരു യാത്ര നടത്തിയത്? ലിനിരിയഹു മിൻ ആയാത്തിന. മുഹമ്മദ് നബി, എൻ്റെ അടിമയായ അബ്ദായ മുഹമ്മദ് നബിക്ക് എൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. ഇന്നഹു ഹുവ സമീഉൽ ബസീർ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. ഈ സന്ദർഭത്തിൽ ഈ ആയത്ത് ഓതുവാനും ചെറിയ രൂപത്തിലെങ്കിലും ഈ സംഭവത്തിലെ ചില സൂചനകൾ നൽകുവാനും, ഈ സൂറത്ത് കൂടുതൽ പഠിക്കുവാൻ, വായിക്കുവാൻ നിങ്ങളിൽ ഒരു പ്രചോദനത്തിനുമാണ് ഈ വിഷയം ഇന്ന് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൂറത്ത് അവതരിക്കുന്നതും ഈ ഇസ്രാഉം മിഅ്റാജും നടക്കുന്നതും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവാചകത്വത്തിൻ്റെ 12ാം വർഷമാണ്. 12ാം വർഷം, അഥവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതിൻ്റെ ഒരു വർഷം മുമ്പ്. 12 വർഷം നിരന്തരമായ പ്രബോധനം നിർവഹിച്ചിട്ട് മക്കയിലെ മിക്കവാറും വീടുകളിലേക്ക് ഒന്നോ രണ്ടോ മുസ്ലിങ്ങളെങ്കിലും ഇല്ലാത്ത, ഒരു വീടുമില്ലാത്ത അവസ്ഥ. മദീനയിൽ ഔസ് ഖസ്റജ് എന്ന ഗോത്രം തന്നെ ഇസ്ലാമിനെ പുൽകിയിരിക്കുന്നു. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഘട്ടം. റസൂലിന്റെ വലങ്കയായിരുന്ന പ്രിയ സഖി ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. റസൂലിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിലും റസൂലിനോടും അലി റളിയല്ലാഹുവിനോടും ഒരിക്കൽ കഅബയുടെ തണലിൽ നമസ്കരിക്കുന്നത് കണ്ടപ്പോ ഇതെന്താണ് ഏർപ്പാടെന്ന് ചോദിച്ചപ്പോ, ഇത് ഇബ്രാഹിം നബിയുടെ നടപടിയാണ് ഞങ്ങൾ നിർവഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോ, എനിക്കിതൊരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല, പക്ഷേ നിങ്ങളിത് പ്രവർത്തിച്ചുകൊള്ളൂ, നിങ്ങളെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ അബൂ താലിബ്. പല സന്ദർഭങ്ങളിലും മുഹമ്മദ് നബിയെ വകവരുത്താൻ പ്രതിയോഗികൾക്ക് തടസ്സമായിരുന്ന അബൂ താലിബ് അവസാനം പോലും വല്ലിപ്പ, മൂത്താപ്പ, നിങ്ങളൊന്ന് വിശ്വസിക്കുവിനെന്ന് പ്രവാചകൻ യാചിച്ച അല്ലാഹു ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, സാധ്യമല്ല മുഹമ്മദ് നബിയെ താങ്കൾ ആഗ്രഹിക്കുന്നവരെയൊക്കെ ദീനിൽ
ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ താങ്കൾക്ക് സാധ്യമല്ല എന്ന് ആ അബൂ താലിബിന്റെ വിഷയത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. അങ്ങനെയുള്ള അബൂ താലിബ് മരണപ്പെട്ടു. അങ്ങനെ എന്തെങ്കിലും ഒരു പിന്തുണ, ഒരു സഹായം ലഭിക്കുമോ എന്ന പ്രതീക്ഷയിൽ ഉമ്മയുടെ കുടുംബക്കാർ തായ്ഫിൽ അമ്മാവന്മാരും മറ്റുമൊക്കെ ഉണ്ട്, അവരിൽ നിന്നൊരു സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങോട്ടൊരു യാത്ര നടത്തി. അവിടെ നിന്ന് കളിയാക്കി പരിഹസിച്ച് കൊച്ചുകുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞ് ഓടിച്ച എല്ലാവരും കൈവിട്ടു. ആരുമില്ലാത്ത ഒരു പശ്ചാത്തലം. ഈ സന്ദർഭത്തിലാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. മൗലാന അബുൽ ഹസൻ അലി നദ്വിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഇല്ല നബിയെ, താങ്കൾ എന്റെ മാർഗത്തിലാണ് ജീവിക്കുന്നത്, എനിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ ആരും നിന്നെ സ്വീകരിക്കാൻ, നിന്നെ പിന്തുണയ്ക്കാൻ ഉണ്ടായില്ലെങ്കിലും ഒരിക്കലും ഞാൻ നിന്നെ കൈവിടുകയില്ല, ആകാശലോകം മുഴുവൻ നിന്നോടൊപ്പം ഉണ്ടാകും എന്ന ആ പ്രഖ്യാപനമാണ് ഇസ്രാ മിഅ്റാജിലൂടെ നടന്നത് എന്നാണ് അബുൽ ഹസൻ അലി നദ്വി ഈ സംഭവത്തെക്കുറിച്ച് പറയും. മുഴുവൻ ഭൂമിയിലെ എല്ലാവരിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ആരുമില്ല. എന്നാലും നിന്നെ ഒരിക്കലും വാനലോകം കൈവിടുകയില്ല. തായിഫിൽ നിന്ന് വരുമ്പോ ചോദിച്ചല്ലോ ജിബ്രീലിനോട്, ജിബ്രീൽ വന്നിട്ട് ചോദിച്ചല്ലോ, പറയൂ മുഹമ്മദ് നബിയെ, ഈ സമുദായത്തെ, ഈ ഗോത്രത്തെ മുഴുവൻ നശിപ്പിക്കാൻ ഇതാ അള്ളാന്റെ ഓർഡർ, നിങ്ങളുടെ അനുവാദം മതി. എന്റെ മുമ്പിൽ ഇരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ 90% ആൾക്കാരും പറയും, എന്തു വേണം, നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് മുഹമ്മദ് നബി പറയണം, തകർക്കൂ ജിബ്രീൽ തായിഫുകാരെ, കാസിം സഖഫി ഗോത്രക്കാരെ എന്ന് പറയണം. 90% മുസ്ലിം സമുദായവും മുഹമ്മദ് നബിയുടെ അനുയായികൾ ദീനിന്റെ പേരിൽ, നബിയുടെ പേരിൽ പലതും അരങ്ങേറുമ്പോ പറയുന്നത് അങ്ങനെയാ, സ്ഥലം മാറിപ്പോയി, അതല്ല വേണ്ടത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? ഇല്ല റബ്ബേ, അവര് വിവരമില്ലാത്തവരാണ്, ഈ തലമുറ അല്ലെങ്കിൽ അതിൽ നിന്ന് മറ്റൊരു തലമുറയെങ്കിലും നിന്റെ ദീനിന് ഉപകരിച്ചേക്കും, പടച്ചവനെ നീ അവർക്ക് പുറത്തു കൊടുക്കണം, വേണ്ട ജിബ്രീൽ എന്നാണ് തായിഫുകാരെ കുറിച്ച് റസൂല് പറഞ്ഞത്. നശിപ്പിക്കാൻ പറഞ്ഞില്ല. വീണ്ടും അറിയണം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഭാഗ്യം ലഭിച്ചത് മാലിക് ഇബ്നു ദീനാറും മാലിക് ഇബ്നു ഹബീബും ഒക്കെ കേരളത്തിലൂടെ വന്നു. പക്ഷേ ഇന്ത്യയിൽ ഒരു ഇസ്ലാം രാഷ്ട്രീയ ശക്തിയായി കടന്നു വന്നത് അന്ന് റസൂലിനെ ഉപദ്രവിച്ച ആ സഖഫി ഗോത്രത്തിലെ മുഹമ്മദ് ഇബ്നു ഖാസിം സഖഫിയാണ്. ഹിജറ 712 AD 712 സിന്ധ് വിജയം നടത്തിയത്. ഇസ്ലാമിലേക്ക്, ഇന്ത്യയിലേക്ക് ഇസ്ലാമിന്റെ ആഗമനം ആ ഗോത്രത്തിൽ നിന്നായിരുന്നു. ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു മഹാപുരുഷനാണ് അദ്ദേഹം, മുഹമ്മദ് ഇബ്നു ഖാസിം സഖഫി. അദ്ദേഹം ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് തിരിച്ചുപോയപ്പോൾ അദ്ദേഹത്തിന്റെ രൂപമുണ്ടാക്കി ഹൈന്ദവർ പോലും പൂജിച്ചിരുന്നു. അത്രയും നല്ല വ്യക്തിത്വം, അത്രക്ക് വലിയ ഇസ്ലാമിക വ്യക്തിത്വമായിരുന്നു. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അള്ളാഹു ഇസ്രാ മിഅ്റാജ് എന്ന അത്ഭുതം നടത്തിയത്. അതിനെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഒരഭിപ്രായത്തിനും അതിൽ പ്രസക്തിയില്ല. ഈ സൂറത്തിൽ ഇസ്രാ തന്നെ വായിച്ചു മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒന്നാമതായിട്ട് എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. വമാ ജഅൽനാ റുഅയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൽ ലിന്നാസ്. മുഹമ്മദ് നബിയെ, ഈ ഇസ്രായിലൂടെ മിഅ്റാജിലൂടെ അനവധി നിരവധി എന്റെ ആയത്തുകൾ, എന്റെ ദൃഷ്ടാന്തങ്ങൾ നിനക്ക് നാം കാണിച്ചു തന്നു. ഈ കാണിച്ചു തന്നതിന്റെ എല്ലാം ഒന്നാമത്തെ ഉദ്ദേശം വമാ ജഅൽനാ റുഅയ അല്ലതി അറൈനാക, ഞാൻ ഈ ഇസ്രാ മിഅ്റാജിലൂടെ നിനക്ക് കാണിച്ചു തന്ന മുഴുവൻ ദൃഷ്ടാന്തങ്ങളുടെയും കാഴ്ചകളുടെയും ഒന്നാമത്തെ ഉദ്ദേശം ഫിത്നതൽ ലിന്നാസ്, ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് പരീക്ഷണമാണ്. മുഹമ്മദ് നബിയിൽ ആര് വിശ്വസിക്കുന്നു, ആര് അവിശ്വസിക്കുന്നു, ആരാണ് പൂർണ്ണമായും പ്രവാചകനെ പിന്താങ്ങുന്നവർ, ആരാണ് അവസരം വരുമ്പോൾ മാറുന്നവർ, ഈ പരീക്ഷണമാണ് ഇസ്രാ മിഅ്റാജ് എന്നാണ് അള്ളാഹു സൂറത്തുൽ ഇസ്രായിലെ തന്നെ 60-ാമത്തെ വചനത്തിലൂടെ പറയുന്നത്. അതങ്ങനെ തന്നെയാ സംഭവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉമ്മുഹാനിയുടെ വീട്ടിലാണ് കിടന്നുറങ്ങിയത്. ഹിജറ നുബുവത്തിന്റെ 12-ാം വർഷം റജബ് 26, ഇന്ന് റജബ് 26 രാത്രിയിൽ ഇശാ നമസ്കരിച്ച് റസൂല് കിടന്നു. ഉമ്മുഹാനി പറയുന്നു, കുറെ കഴിഞ്ഞപ്പോൾ ജിബ്രീൽ വന്നു
റസൂലുള്ളാഹിനെ വീടിന്റെ മേൽക്കുര പൊളിച്ച് കൊണ്ടുപോയി. ആദ്യം കഅബത്തിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്നും പിന്നീട് മദീനയിലേക്ക്, അവിടെ നിന്നും തൂർസീനയിലേക്ക്, ബത്ലഹേമിലേക്ക്, ഈസാ നബിയുടെ ജന്മസ്ഥലം ബത്ലഹേം, അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടെ നിന്നും പിന്നീട് ആകാശത്തേക്ക് ബുറാഖ് എന്ന് പറഞ്ഞാൽ മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുന്ന, അതാണ് ബർക്ക് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ, ബുറാഖ് എന്ന് പറഞ്ഞാൽ മിന്നൽ വേഗതയിൽ സഞ്ചരിക്കുന്ന. ബുറാഖിന്റെ മേൽ റസൂലുള്ള കയറിയപ്പോൾ ബുറാഖ് ഒന്നിങ്ങനെ ഇളകി. ജിബ്രീൽ പറഞ്ഞു, ബുറാഖ്, നിന്റെ മേൽ കയറിയിട്ടുള്ളവരിൽ ഏറ്റവും ഉത്തമനാണിത്, നിന്റെ മുകളിൽ ഇതുവരെ കയറിയിട്ടുള്ളതിൽ ഏറ്റവും ഉത്തമനാണിത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു, ഇബ്രാഹിം നബിയും മറ്റെല്ലാ നബിമാർക്കും ഇത്തരം ബുറാഖ് എന്ന വാഹനം ഉപയോഗപ്പെടുത്തിയിരുന്നു. ഒരുപാട് സംഭവങ്ങൾ, ധാരാളം സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇങ്ങനെ ഈ യാത്ര കഴിഞ്ഞു, ദൃശ്യങ്ങൾ ഒരുപാടുണ്ട്. തിരിച്ചു വന്നു സുബഹിന്റെ സമയത്ത്. ഉടനെ ഉമ്മുഹാനിയോട് പറഞ്ഞു, ഇതാ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു യാത്ര പോയിട്ടോ, ഞാനിത് ജനങ്ങളോട് പറയാൻ പോവുകയാണ്. ഉമ്മുഹാനി പെട്ടെന്ന് തന്നെ റസൂലുള്ളാഹിന്റെ വായ പൊത്തി പുതപ്പ് മൂടിയിട്ട്, അയ്യോ പറയില്ലേ. ആൾക്കാർ, ജനങ്ങൾ പറയുന്ന ആകെ പ്രാന്തനാണ്, മുഴുപ്രാന്തനാണെന്നാണ്. ഇതും കൂടി പറഞ്ഞാൽ എന്തായിരിക്കും? ഇല്ല, റസൂൽ ഉമ്മുഹാനിയെ വകഞ്ഞു മാറ്റി വീടിന്റെ മുമ്പിലേക്ക് കടന്നു. കഅബയിലേക്ക് എല്ലാവരോടും താൻ കണ്ട ഈ കാഴ്ചകൾ പറയാൻ പോവുകയാണ്. അങ്ങനെ കഅബന്റെ അടുത്ത് ചെന്നപ്പോ ആദ്യം കാണുന്നത് അബൂജഹലിനെ. അബൂജഹൽ, എന്താ മുഹമ്മദേ, വല്ല പുതിയ വാർത്തയും? റസൂൽ അങ്ങ് തുടങ്ങി, ഇതാ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ കിടക്കുകയായിരുന്നു, ഇന്ന അപ്പോഴത്തേനും അബൂജഹൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി. ഇതേ പറഞ്ഞില്ലേ ഞങ്ങൾ മുഹമ്മദിന് പ്രാന്താണ്, വട്ടാണെന്ന്, ഇപ്പൊ കണ്ടില്ലേ, എല്ലാവരെയും വിളിച്ചു കൂട്ടി. അങ്ങനെ ആദ്യം ചെല്ലണത് അബൂജഹല് അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലാ. അബൂബക്കറെ, പറഞ്ഞില്ലേ നിന്നോട് ഇവനിക്കൊക്കെ വട്ടാന്ന് ഞങ്ങൾ കണ്ടില്ലേ? എന്തേ? മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ? എങ്കിൽ അത് സത്യമാണ്. അതാണ് സുദ്ദീഖ് എന്ന പേര്. നബി മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. വമാ യന്തിഖു അനിൽ ഹവാ, സ്വന്തം ഇച്ഛയനുസരിച്ച്, സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും സംസാരിക്കാത്തവനാണ് പ്രവാചകനെന്ന് സൂറത്തുൻ നജ്മിൽ ഈ മിഅ്റാജുമായി ബന്ധപ്പെട്ട് പറയുന്നു. ഇന്നും മുസ്ലിം ലോകത്ത് അതിനെക്കുറിച്ച് സംശയ, ഇത് ശാരീരികമാണോ ആത്മീയമാണോ? ഒരുപാട് പണ്ഡിതന്മാർക്ക് ചർച്ചയുണ്ട്. അതിലെ ഒരുപാട് ദൃശ്യങ്ങളെ കുറിച്ച്. ഒന്നാമതായിട്ട്, ആരാണ് മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നവർ, മുഹമ്മദ് നബിയെ പിന്തുണയ്ക്കുന്നവർ ആര് എന്ന് പരീക്ഷണമായിരുന്നു. ഒരുപാട് ദുർബല വിശ്വാസികൾ ഈ ഒറ്റ സംഭവം കൊണ്ട് തന്നെ മുർത്തദായിന. കാരണം ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ പ്രയാണത്തിൽ ഇന്ന് ആധുനിക ലോകത്തെ മുഴുവൻ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഇപ്പോൾ നിൽക്കുന്ന ഒരവസ്ഥയാണ് അന്നത്തെ റസൂലിന്റെ അവസ്ഥ. ഇന്ന് ലോകത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രം ഇല്ല. ലോകത്തൊരു ഇസ്ലാമിക ഒരു സെന്റ് ഭൂമി പോലും അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് ഭരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രം ഇന്നില്ല. പക്ഷേ അത് സ്വപ്നം കൊണ്ട് പണിയെടുക്കുന്ന, അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന കൊച്ചു സംഘങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലമാണ് റസൂൽ അടുത്ത വർഷം എന്തിനു വേണ്ടിയാണ് ഈ യാത്രയുടെ ഒന്നാമത് മദീനയിലേക്ക് കൊണ്ടുപോയത്? ഇതാ അടുത്ത വർഷം നിനക്ക് വരാനുള്ളത് ഇവിടേക്കാണ്. അങ്ങനെയാണ് മദീന കാണിച്ചു. ഒരുപാട് ഉദ്ദേശങ്ങൾ പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ പോവുകയാണ്. അത്തരമൊരു പ്രതിസന്ധിയിൽ നിനക്ക് വിശ്വസിക്കാവുന്നവരാരാണ്, അല്ലാത്തവരാരാണ് എന്ന് തിരിച്ചറിയാനുള്ള പരീക്ഷണമായിരുന്നു ഒന്നാമത് ഇസ്രാ. വമാ ജഅൽനാ റുഅ്യ അല്ലതി അറൈനാക ഇല്ലാ ഫിത്നത്തൽ ലിന്നാസ്, ഒന്നാമത്തെ പരീക്ഷണം. പിന്നെ അതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇങ്ങനെ ഭൂമിയിൽ മസ്ജിദ് നബവി, മദീന, അവിടുന്ന് ബത്ലഹേം, ബൈത്തുൽ മുഖദ്ദസ്, അവിടുന്ന് ആകാശത്തേക്ക് പോകുന്നു. ആ ആകാശത്തെ യാത്രയിൽ ഒരുപാട് ദൃശ്യങ്ങൾ, ഹദീസിൽ 40ലധികം ഹദീസ് സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്ത ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. ഒരുപാട് ഹദീസുകളുണ്ട്. അതിലൊക്കെ പറയുന്നുണ്ട്, ഒന്നാമതായിട്ട് അദ്ദേഹം ആ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് തന്നെ മുഴുവൻ നബിമാരും അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ഇമാമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമസ്കരിച്ചു എന്നാണ്. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുല അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ. നമ്മുടെ കേരളത്തിൽ അല്ലാഹു അല്ലാത്തവരോട്, മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കാവോ എന്ന വിഷയത്തിൽ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം തെളിവുദ്ധരിച്ചത് ഈ ആയത്താണ്. എന്താണ് സംഭവം? എല്ലാ പ്രവാചകന്മാരെയും ജീവിപ്പിച്ചതിന് ശേഷം, അവർക്ക് ഇമാമായി റസൂൽ നമസ്കരിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞു, വസ്അൽ, നബിയെ താങ്കൾ ചോദിച്ചു നോക്ക്, മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ,
നിനക്ക് മുമ്പ് നാം നിയോഗിച്ച പ്രവാചകന്മാരെ ഇവരോട് നീ ഒന്ന് ചോദിച്ചു നോക്ക്. എന്താ ചോദിക്കേണ്ടത്? മരിച്ചുപോയവരുടെ കവറിൽ കിടക്കുന്നവർ പ്രാർത്ഥിച്ചോളാനല്ല. അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുഅ്ബദൂൻ. ഈ പ്രവാചകന്മാരോട് ആരോടെങ്കിലും അല്ലാഹു അല്ലാത്ത ഒരു ശക്തിയെ, ഒരു ഇലാഹിന് കീഴ്പ്പെടാൻ, അനുസരിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ എന്നാണ്. അങ്ങനെ ഇമാമത്ത് നേർച്ചയിൽ പോയി ഒരുപാട് ദൃശ്യങ്ങളുണ്ട്. അതിൽ ഒന്നാം ആകാശത്ത് കണ്ടു ആരെ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം. പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു, 1,00,000 ചില്ലാനം പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ട്. 30ഓളം പ്രവാചകന്മാരുടെ ചരിത്രവും പേരും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മിഅ്റാജിന്റെ വേളയിൽ പരിമിതമായ ഏതാനും പ്രവാചകന്മാരെയാണ് അള്ളാന്റെ റസൂൽ കണ്ടതും കൂടി കാഴ്ച നടത്തിയതും എന്ന് ഹദീസുകളിൽ കാണാം. 7 ആകാശത്തും ചില പ്രവാചകന്മാരെ കണ്ടു. എന്തുകൊണ്ട് ആ പ്രവാചകന്മാരെ മാത്രം റസൂലിന് അള്ളാഹു കാണിച്ചു കൊടുത്തു? അവരുമായി മാത്രം എന്തുകൊണ്ട് റസൂൽ സംസാരിച്ചു? ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട് എന്നാണ് പണ്ഡിതന്മാർ. അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. ഏതായാലും സൂചനകൾ നൽകി. ആദം നബിയെയാണ് ആദ്യമായി കാണുന്നത്. എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അല്ലയോ മുഹമ്മദ്, ഞാനാണ് ആദം, നിങ്ങളുടെയൊക്കെ പിതാവ്. എന്റെ കഥ അറിയാലോ. സ്വർഗത്തിൽ സുഖമായി ജീവിക്കുകയായിരുന്നു. ഇബിലീസ് നമ്മുടെ യഥാർത്ഥ ശത്രു ഇബിലീസ് എന്നെ വന്നു വ്യാമോഹത്തിൽ അടപ്പുവരുത്തി. നിനക്ക് എന്നെന്നും ജീവിക്കണ്ടേ? മരണമില്ലാത്ത ജീവിതം വേണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അതിൽ പെട്ടുപോയി കേട്ടോ. അങ്ങനെയാണ് എനിക്ക് സ്വർഗം വിലക്കപ്പെട്ടത്. അതുകൊണ്ട് മുഹമ്മദേ, നമ്മുടെ യഥാർത്ഥ ശത്രു ഇബിലീസാണ്. ഇബിലീസ് അതുവും മുബീൻ. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന്റെ വിജയത്തിന് തന്റെ ശത്രുവിനെ, യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ട് നീ 12 വർഷം ജീവിച്ച ഈ മക്കയിൽ നിന്നെ അള്ളാഹുവിന്റെ വഹിയിൽ നിന്ന് പുറകോട്ട് വലിക്കാൻ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ നിന്ന് നിന്നെ ചില അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ പിൻവലിക്കാൻ ഒരുപാട് ശ്രമം നടക്കും. പക്ഷേ അതിൽ നീ വീണുപോകരുത് കേട്ടോ, വീണുപോകരുത്. വീണുപോയാൽ അള്ളാഹുവിന്റെ ശാപവും കോപവുമായിരിക്കുമെന്നാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഈ സൂറത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകളുണ്ട്. ഹിജറക്ക് മുമ്പ് അവതരിച്ച ഈ സൂറത്തിൽ ഇസ്രായേൽ തന്നെ വൈൻ കാദൂലയഫ്തിനൂനക, അവർ നിന്നെ ഫിത്നയിൽ അകപ്പെടുത്താൻ, നിന്നെ കുഴപ്പത്തിൽ അകപ്പെടുത്താൻ, അനില്ലദീ ഔഹൈനാ ഇലൈക, ഞാൻ നൽകുന്ന വഹീകളിൽ നിന്ന്, തീരുമാനങ്ങളിൽ നിന്ന് നിന്നെ പുറകോട്ട് വലിക്കാൻ, ഫിത്നയിൽ അകപ്പെടുത്താൻ അവർ ശ്രമിച്ചു. ലിതഫ്തരി അലൈനാ ഗൈറഹു, എന്റെ നിയമവും എന്റെ നിർദ്ദേശങ്ങളും അല്ലാത്ത മറ്റു ചിലതൊക്കെ നീ ചെയ്യാൻ വേണ്ടി ഈ മക്കയിലെ എല്ലാ ആൾക്കാരും കൂടി ശ്രമിച്ചു. വൈദൻ ലത്തഖദൂക ഹലീല, അങ്ങനെയാണെങ്കിൽ മുഹമ്മദേ നമുക്കൊരു കുഴപ്പമില്ലാതെ അവിടെ ജീവിക്കാം, കൂട്ടുകാരാകാം എന്നവർ പറയുന്നു. ലൗലാ അൻ സബ്ബത്നാക, നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലെങ്കിൽ ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല, നീ കുറച്ചായിട്ട് ആൾക്കാരുടെ സുഹൃതത്തിനും ആളുകളുടെ പിന്തുണയ്ക്കും വേണ്ടി ഈ ആദർശത്തിൽ നീ ചിലതൊക്കെ കൂട്ടിച്ചേർക്കുകയും ചിലതൊക്കെ ഇളവ് വരുത്താൻ തയ്യാറായാൻ. ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല, കുറച്ചായിട്ട് അവരുടെ ഇച്ഛകളിലേക്ക് നീ പോയേനെ. ഇതൻ അങ്ങനെയായിരുന്നുവെങ്കിൽ ലഅദഖ്നാക, നാം നിന്നെ ആസ്വദിപ്പിക്കും. ലൈഫൽ ഹയാത്തി വലൈഫൽ മമാ, ഇരട്ടി ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലും. എന്നാലോചിക്കണം, ഞാൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിക്കുന്ന ഒരു പ്രവർത്തകനാണ്. ഒരുപാട് മുഖ്ലിസുകളായ നിഷ്കളങ്കായ ആളുകൾ അടുത്ത കാലത്ത് ലോകത്തുടനീളം ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ജീവിതത്തെ കൈയാളാൻ, അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തെ കൈയാളാൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോ ഉണ്ടായ അനുഭവങ്ങൾ എനിക്കറിയാം. മുഖ്ലിസായ, ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ഒക്കെ പിന്തുണ നൽകുന്ന ആളുകൾ, ഇത് വേണ്ടായിരുന്നു കേട്ടോ, ഈ തീരുമാനം വേണ്ടായിരുന്നു, എല്ലാം ശരിയാ എന്നിങ്ങനെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് മുഖ്ലിസീങ്ങളാണ്. ദീനിന് സ്നേഹമുണ്ട്, സഹായിക്കുന്നവരാണ്. പക്ഷെ ഈ സ്റ്റെപ്പ്, ഇത് വേണ്ട, എത്ര ആളുകൾ. ഇതേതാണ് പ്രവാചകന്റെ ഒരു പുതിയ രാഷ്ട്രസ്ഥാപനത്തിന്റെ സന്ദർഭത്തിൽ. എന്തിനാ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ മൂല്യം, ഇത്രയൊക്കെ പ്രശ്നം, നമുക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? അഡ്ജസ്റ്റ്മെന്റിന്റെ കുറെ കാലം വന്നല്ലോ, നമുക്ക് അങ്ങനെ ചെയ്യാം. എന്താ പറഞ്ഞത്? എന്റെ വലത് കൈയിൽ സൂര്യനെയും എന്റെ ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഇല്ല, ഈ മാർഗത്തിൽ ഞാൻ പിന്തിരികയില്ല എന്ന് അവരോട് റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് പലരും ഇങ്ങനെ പിടിച്ചു വലിക്കാനൊക്കെ, ദീനിന്റെ മാർഗത്തിൽ നിയമങ്ങൾ നോക്കിയിട്ട് മാറാനൊക്കെ ശ്രമം നടത്തും. ഒരിക്കലും വീണുപോകരുത് മുഹമ്മദേ എന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നതും അവിടെയുള്ള കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്നാണ് പണ്ഡിതന്മാരെ പറയുന്നത്. യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയണം.
ഇന്നുണ്ടോ മുസ്ലിം സമുദായത്തിന് യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ആലോചിച്ച് നോക്കുക. രണ്ടാമത് കണ്ടത് ഓരോ ആകാശത്തിലും ഓരോ പ്രവാചകന്മാരെ കാണുകയുണ്ടായി. അതിന്റെ എല്ലാ ഉദ്ദേശം പണ്ഡിതന്മാർ വിശദീകരിക്കും. വലിയ ഖുർആനായത്തിന്റെ ഇത് വെച്ചുകൊണ്ടാണ് അതൊക്കെ തന്നെ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈസാ നബിയും യഹിയ നബിയാണ്. ഒരു ഓർഡറും ഇല്ലല്ലോ. നോക്കി, ആദം നബി ആയിട്ട് പിന്നെ നേരെ ഈസാ നബി യഹിയ നബി. രണ്ടാം ആകാശത്ത് കാണുന്നത് ഈസാ നബി യഹിയ നബി. എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കും. മുഹമ്മദ് നബിയെ, താങ്കൾ അടുത്ത വർഷം പോകാൻ പോകുന്നത് മദീനയിലേക്കാണ്. അവിടെ ഭൂരിപക്ഷം ജൂതന്മാരാണ്, പിന്നെ ക്രിസ്ത്യാനികളാണ്. അതേപോലെ തന്നെ ഇപ്പൊ നീ പോകാൻ പോണത് മസ്ജിദുൽ അഖ്സ, ഫലസ്തീൻ. ഇവരാരാന്നറിയോ? ഇവരാരാ? ഈസാ നബിയും യഹിയ നബിയും ബനു ഇസ്രായേൽ കൊന്നവരാണ്. ഈസാ നബിയെ കൊല്ലാൻ ജൂതന്മാർ ശ്രമിച്ചു, പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി. റഫഅനാഹു. ഇതിനു മുമ്പ് ആകാശത്തേക്ക് പലരും ഉയർത്തിയിട്ടുണ്ട്. ആ ഉയർത്തലാണ് നിന്റെ ഈ രാപ്രയാണവും ഈ മീറാജും എന്നൊരു സൂചനയും. അതേപോലെ തന്നെ യഹിയ നബിയെ അവർ കൊന്നു. ഇങ്ങനെ തങ്ങളുടെ ഇച്ഛയ്ക്ക് യോജിക്കാത്തവരെ അഫകുല്ലമാ ജാഅകും റസൂലും ബിമാ ലാ തഹ്വ അൻഫുസുകും ഇസ്തക്ബർതും ഫകദ്ദബ്തും ഫരീഖൻ വകദ്ദബ്തും തഖ്തുലൂൻ. നിങ്ങളുടെ ഇച്ഛകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി യോജിക്കാത്ത സന്ദേശങ്ങളുമായി പ്രവാചകന്മാർ വന്നപ്പോഴൊക്കെയും നിങ്ങൾ അഹങ്കരിച്ചു, ഗർഭിഷ്ഠരായി. മാത്രമല്ല, നിങ്ങൾ ചിലരെ തള്ളിക്കളഞ്ഞു. നീ ആരിത് പറയാൻ? വേറെ ചിലരെ നിങ്ങൾ കൊന്നുകളഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരിലേക്കാണ് നീ പോകാനുള്ളത്. ചരിത്രത്തിൽ സംഭവിച്ചറിയാലോ. മദീനയിൽ ചെന്നപ്പോൾ റസൂലിനെ എങ്ങനെയെല്ലാം വകവരുത്താൻ ജൂതന്മാർ ശ്രമിച്ചു. ആടിനറുത്ത് അതിൽ വിഷം ചേർത്തിട്ട് റസൂലിനെ കൊല്ലാൻ ശ്രമിച്ചു. ഒരു ബിൽഡിങ്ങിന്റെ, ഒരു കെട്ടിടത്തിന്റെ താഴെ കൊണ്ട് നിർത്തി ചർച്ചയ്ക്ക്, എന്നിട്ട് മുകളിൽ നിന്ന് പാറക്കല്ലിട്ട് കൊല്ലാൻ ശ്രമിച്ചു. എന്തെല്ലാം തന്ത്രങ്ങൾ നമുക്കറിയാലോ. അതുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, ഇങ്ങനെയുള്ള നാട്ടിലേക്കാണ് നിനക്ക് ഉടനെ തന്നെ പോകാനുള്ളത്. അതാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും യഹിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമുടെ കൂടിക്കാഴ്ച. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് അദ്ദേഹം കണ്ടത് യൂസുഫ് നബിയാണ്. യൂസുഫ് നബി ഒരുപാട് സംഗതികൾ വിശദീകരിക്കാണ്ട്. റസൂലുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ അംബിയ മുർസലുകളിൽ ഏറ്റവും കൂടുതൽ സാമ്യമുള്ള, അല്ല റസൂലുള്ളാന്റെ ഓരോ ജീവിതത്തിന്റെ ഇങ്ങനെ ഏടുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാമ്യമുള്ള പ്രവാചകനാണ് യൂസുഫ് നബി. യൂസുഫ് നബിക്ക് സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം സഹോദരന്മാരിൽ നിന്ന് ഉണ്ടായ ഇടങ്ങേറുകൾ അറിയാലോ. അതുപോലെ തന്നെ ഒരുപാട് ഇന്ന് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പണിയെടുക്കുന്ന, അള്ളാഹുവിന്റെ ഖുർആനിന് വേണ്ടി, അള്ളാഹുവിന്റെ വ്യവസ്ഥ പുലരാൻ വേണ്ടി പണിയെടുക്കുന്നവരെ ആരാ? പുറത്തുള്ളവരല്ല, അകത്തുള്ളവർ. ഇവനെ നമുക്ക് കാണാമല്ലോ ഈ കാഴ്ചയൊക്കെ. ഇതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിൽ നിന്നും സ്വന്തം സമുദായത്തിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതാണ്. മാത്രമല്ല, റസൂല് സൂചിപ്പിക്കുകയാണ്, നിന്നെ ഒരുപാട് ദ്രോഹിക്കുന്ന മക്കാരുണ്ടല്ലോ, ഇവരെല്ലാം യൂസുഫിന്റെ മുമ്പിൽ വാപ്പയും 11 മക്കളും അദ്ദേഹത്തിന്റെ മുമ്പിൽ സുജൂദിൽ വീണല്ലോ. അതുപോലെ മുഹമ്മദ് നബിയെ താങ്കളെ ഇങ്ങ് ഓടിക്കാൻ, താങ്കളെ കൊല്ലാൻ ശ്രമിക്കുന്ന ഈ മക്കയിലെ ആൾക്കാർ മുഴുവൻ യൂസുഫിന്റെ മുമ്പിൽ എല്ലാവരും സുജൂദ് ചെയ്തതുപോലെ ഇവരെല്ലാം നിന്റെ മുമ്പിൽ വരുന്ന ഒരവസ്ഥ വരാനിരിക്കുന്നു. അവിടെയാണ് റസൂലുള്ളാന്റെ മക്കം ഫത്ത് നടന്നപ്പോ എല്ലാവരും പേടിച്ചു വിറച്ചു നിൽക്കുക. എന്തു ചെയ്യും, എന്തൊക്കെ ക്രൂരത ചെയ്താ നബിനെ ചെയ്തവർ ഒരു വാക്ക് പറഞ്ഞത് നിന്ദിച്ചതൊന്നുമല്ല, ചെയ്യാത്ത ഒന്നുമില്ല. ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന എല്ലാം ചെയ്ത ആളുകളാ. അപ്പൊ പറഞ്ഞതെന്താ? ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് ഒരു പ്രതികാരവുമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മഹാനായ പിതാവിന്റെ മകൻ യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോട് പറഞ്ഞതാണ്, ഇദ്ഹബൂ അൻതും തുലക്കാ, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, നിങ്ങൾ ആരോടും പ്രതികാരമില്ല, നിങ്ങൾ എല്ലാവരും സ്വതന്ത്രരാണ്. യൂസുഫ് നബിയുടെ ജീവിതവുമായിട്ട് മുഹമ്മദ് നബിക്ക് ഒരുപാട് സാദൃശ്യങ്ങളുണ്ട്. അതാണ്. അതുപോലെ തന്നെ ഇപ്പോ താങ്കൾ ചെയ്യാൻ പോണത് മദീനയിൽ പോയ രാഷ്ട്രം ഉണ്ടാക്കണം, ഭരണം നടത്തണം, ക്ഷേമം ഉണ്ടാക്കണം, അങ്ങനെ ഒരുപാട് സംഗതികളിലുണ്ടെന്നാ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. യൂസുഫ് നബിയെ കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് 4-ാം ആകാശത്ത് കാണുന്നത് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്താ ഇദ്രീസ്? ആരാ ഇദ്രീസ്? ഒരുപാട് സംഭവങ്ങളുള്ളതൊക്കെ ഹദീസിൽ അവ്വലു മൻ അഅതല്ലാഹുൽ ഖത്ത ബിൽ ഖലമി ഇദ്രീസ്, മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി പേന കൊണ്ട് എഴുതാനുള്ള വിദ്യ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് ഇദ്രീസ് നബിക്കാണ്. അവ്വലു മൻ അഅതല്ലാഹുൽ ഖത്ത ബിൽ ഖലം, പേന കൊണ്ട് എഴുതാനുള്ള വിദ്യ ആദ്യമായി അള്ളാഹു പഠിപ്പിച്ചത് ഇദ്രീസ് നബിക്കാണ്. ഇദ്രീസ് നബിക്ക് ആ പേന എന്ന് പറയുന്നത് എഴുത്തിന്റെ, വ്യവസ്ഥതയുടെ, ആസൂത്രണത്തിന്റെ ഒരുപാട് പാഠങ്ങൾ അതിലുണ്ട്. നിങ്ങൾക്കറിയുമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി
മദീനത്ത് ചെന്നപ്പോ ആദ്യം നടത്തത് സർവേയാണ്. ആര് തങ്ങളെ പിന്തുണക്കും, ആരൊക്കെയാണ് അവിടെ ഉള്ളത്, എത്ര ജനസംഖ്യ, അതിൽ എത്ര മുസ്ലിങ്ങൾ, എത്ര മുശ്രിക്കുകൾ, എത്ര ക്രിസ്ത്യാനികൾ, എത്ര ജൂതർ. മാത്രവുമല്ല, ഇവിടെ നിന്നാണ് ഹിജറയ്ക്ക് ശേഷമാണ് റസൂൽ കിസ്റ, കൈസർ, അന്ന് ലോകത്തെ മുഴുവൻ ഭരണാധികാരികൾക്കും റസൂൽ കത്തെഴുതുന്നു. മദീനയിൽ ചെന്നപ്പോ കത്തെഴുതുകയാണ്, കിസ്റ, കൈസർ, നിങ്ങൾ മുസ്ലിങ്ങളാകണം എന്ന് പറഞ്ഞുകൊണ്ട്, അസ്ലിം തസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ മദീനയിൽ ചെന്ന് കത്തെഴുതുകയാണ് കിസ്റ, കൈസറുകൾ, സാമ്രാജ്യ അധിപന്മാർക്ക്. അതുപോലെ പ്ലാനിങ്, എന്തുമാത്രം പ്ലാനിങ് ആയിരുന്നു. അവിടെ 276 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. 276 ഗോത്രങ്ങൾ. മദീനയിൽ ചെന്ന റസൂൽ ആദ്യമായി അവരെ എല്ലാ ഗോത്രക്കാരെയും തലവന്മാരെ വിളിച്ചുകൂട്ടി. എന്നിട്ട് അനസ് ഇബ്നു മാലിക്കിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ആ സംഭവം. 276 ഗോത്രങ്ങളെയും അവിടെ തലവന്മാരെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു ലിഖിതമായ ഭരണഘടന 53 പേജുകളുള്ള ആദ്യത്തെ ലോക ചരിത്രത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടന. ഒരു ബഹുരാഷ്ട്ര സമൂഹം, 3500-ലധികം ജൂതന്മാരും മറ്റവരും, 2500 ക്രിസ്ത്യാനികൾ, 1500 മുസ്ലിങ്ങൾ, ഇങ്ങനെയുള്ള ഒരു ന്യൂനപക്ഷ സമൂഹമാണ് അന്ന് മുസ്ലിം സമൂഹം. അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി. അവിടെ എല്ലാം ക്ഷേമത്തിന് വേണ്ടി ആദ്യം ആ നാട്ടിലെ ആളുകൾക്ക്, പിന്നെ അത് മെട്രോ നഗരമാക്കി മാറ്റി. ഒരുപാട് സംഗതികൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. മദീന, റസൂലുള്ള ഹറം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി പടുത്തുയർത്തിയാണെങ്കിൽ മുഹമ്മദ് നബി വളരെ പ്ലാനിങ്ങോടുണ്ടാക്കിയ പട്ടണമാണ് മദീന. ഇന്നും നിങ്ങൾ പോയി നോക്കൂ, ഒരുപാട് പട്ടണങ്ങൾ കണ്ടുള്ളൂ. മദീനയിൽ പോയ ലോകത്തില്ലാത്ത വല്ലാത്ത സമാധാനമാണ്, ശാന്തിയാണ് മദീന. പോയവർക്കറിയാം, മക്കത്തേക്കാൾ കൂടുതൽ ഒരു സമാധാനവും ശാന്തിയും ഒരു വ്യവസ്ഥാപിതത്വം ഒക്കെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ കൃത്യമായി ആസൂത്രിതമായി പ്ലാനിങ്ങോടുകൂടി അവിടെ ഒരു രാഷ്ട്രം സ്ഥാപിച്ചതും അതിനെ സംബന്ധിച്ചുള്ള സൂചനകളാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അഞ്ചാനാകാശം ഹാറൂൻ നബിനെയാ, മൂസാ നബിനല്ല. അഞ്ചാനാകാശം ഹാറൂൻ നബി. എന്താ ഹാറൂൻ നബിയുടെ? നീ പോണ മദീന ഉണ്ടല്ലോ, അവിടെ നിന്റെ ആൾക്കാരൊന്നുമല്ല, എല്ലാരും ഉണ്ട്. മനുഷ്യന്മാരെ തമ്മിൽ ഐക്യം ഉണ്ടാകണം. വല്ലാത്ത ഇടങ്ങേറാ മനുഷ്യന്മാരെ ഇങ്ങനെ നയിക്കുക എന്ന് പറയുന്നതൊക്കെ. മൂസാ നബി പോയപ്പോ ബനി ഇസ്രായേൽ തന്നെ ചിലപ്പെട്ട ആൾക്കാര് ബിംബം ഉണ്ടാക്കുകയും പശുക്കൂട്ടി ഉണ്ടാക്കി ആരാധിക്കാനൊക്കെ നിന്നപ്പോ അതിനെ ഇടപെട്ടില്ല. തിരിച്ചു മൂസാ നബി വന്നിട്ട് എന്താ എന്ന് പറഞ്ഞ് പിടിച്ചപ്പോ പറഞ്ഞു, ഞാൻ ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാതിരിക്കാൻ, നീ ഏതായാലും തിരിച്ചു വരുമല്ലോ എന്നാ. അതുകൊണ്ട് അങ്ങേയറ്റം സാമൂഹ്യമായ ഐക്യത്തിന് വേണ്ടി ശ്രമിക്കണം. റസൂല് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും മുശ്രിക്കുകളെയും എല്ലാവരെയും ഒരുമിച്ചുകൊണ്ട് ആഹാ റസൂലുള്ളാഹി ഓരോ മുഹാജിറിനെയും ഓരോ മദീനക്കാരന്റെ സഹോദരനായി നിയമിച്ചു, രേഖപ്പെടുത്തി. വീടിന്റെ മുകളും താഴെയും കൃഷിസ്ഥലവും അതുപോലെ തന്നെ കച്ചവട സ്ഥലവും ഒക്കെ വീതിച്ചു കൊടുത്തു. ആഹാ, സാഹോദര്യം ഉണ്ടാക്കി. നമ്മൾ ആലോചിക്കണം, മുസ്ലിം സമുദായത്തിൽ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോരുത്തരും എന്താണ് ഈ പ്രവാചകന്റെ അനുയായികൾ ചെയ്യുന്നത്? ആലോചിക്കുക. ഇങ്ങനെ ഒരുപാട് സംഗതികൾ. വീണ്ടും പിന്നീട് മൂസാ നബീനെ കാണുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, മുഹമ്മദ് നബിയെ, എനിക്ക് ഏറ്റവും ഇടങ്ങേറായത് ശത്രുക്കളല്ല, എന്റെ കൂടത്തിലുള്ളവരാ. ഊദീന മറത്തെ. അങ്ങനെയാണല്ലോ. എല്ലാം കഴിഞ്ഞ് ഇത്രയൊക്കെ വലിയ മുജത്ത് കണ്ടിട്ടും അവര് പറഞ്ഞെന്താ, മൂസ നീ എന്ത് പണിയാ ചെയ്തത്? ഫറോവന്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കിട്ടുമായിരുന്നു, ഇപ്പൊ ഈ മരുഭൂമിയിലല്ലേ നീ ഞങ്ങളെ കൊണ്ടിട്ടത് എന്ന്. അങ്ങനെയാണ് ഏതാനും തുച്ഛമായ ആളുകൾ. വമാ ആമന ബി മൂസ ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി. ഇത്രയെല്ലാം നേർക്കുനേരെ ചെങ്കടൽ പിളർത്തി അള്ളാഹുവിന്റെ ഇത്ര അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടും മൂസാ നബിയിൽ ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി. അദ്ദേഹം പറഞ്ഞു, എന്താ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഒക്കെ ഇങ്ങനെ നിസ്കരിക്കാനും പള്ളിയിലൊക്കെ ഓക്കെയാ, പക്ഷേ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഫലസ്തീനിലേക്ക് കിടക്കണം, അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് രാഷ്ട്രം അവിടെ പണിയണം. ഞങ്ങളിവിടെ നിന്നോളാം. പൊയ്ക്കാ മൂസ, നീ നിന്റെ റബ്ബും വെക്കോ, ഞങ്ങളവിടെ ഇരുന്നോളാന്നാ 15 ലക്ഷം വരുന്ന ബനി ഇസ്രായേൽ പറഞ്ഞത്. 15 ലക്ഷം. ആ തലമുറ നശിപ്പിച്ച് മറ്റൊരു തലമുറയെ കൊണ്ടാണ് പിന്നീട് ഫലസ്തീൻ കീഴടക്കിയത്. അതുകൊണ്ട് നിന്റെ സമുദായത്തിലും ഇതുപോലെ ഒരുപാട് ഇടങ്ങേറ് മുനാഫിക്കുകൾ. മക്കയിൽ മുനാഫിക്കുകളില്ല, നീ പോകാൻ പോകുന്ന മദീനയിൽ മുനാഫിക്കുകൾ. അതായിരുന്നു മൂസാ നബിയുടെ. അവസാനമാണ് ഏഴാനാകാശത്ത ഇബ്രാഹിം നബിനെ കാണുന്നത്. തൗഹീദ്. ഇബ്രാഹിം നബിയുടെ വംശപരമ്പരയിൽ മുഹമ്മദ് നബി ജനിച്ചത് ഇസ്മായിൽ നബിയിൽ 60ാമത്തെ പരമ്പരയിൽ മുഹമ്മദ് നബിയുടെ പരമ്പര ഇസ്മായിൽ നബിയിൽ യോജിക്കുന്നു. പ്രപിതാവ് ഇബ്രാഹിം നബി. ഇത്തബിയു മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങൾ പിതാവായ പ്രപിതാവായ ഇബ്രാഹിമിന്റെ മാർഗമാണ് ജിഹാദിലും എല്ലാത്തിലും പിൻപറ്റാൻ പറഞ്ഞത്. തൗഹീദിന്റെ പൂർത്തീകരണം ഇബ്രാഹിം അതായിരുന്നു. ഇബ്രാഹിമിന്റെ മുമ്പിൽ നമ്രൂദ് ഉണ്ടായിരുന്നു.
അതേപോലെ തന്നെ എല്ലാം ഉണ്ടായി. പക്ഷെ ഒറ്റക്കായിരുന്നിട്ട് പോലും ഞാൻ ഒറ്റക്കല്ലേ, ഞാൻ എങ്ങനെ പോകും? ഇല്ല. അദ്ദേഹം ഒരിക്കലും നമ്രൂദിനും അതുപോലെ സ്വേച്ഛാധിപതികൾക്ക് കീഴടങ്ങിയില്ല. എല്ലാ സിന്ദാബാദും എല്ലാ തഹ്മീദും തഹീലും ഒക്കെ അള്ളാഹുവിന് മാത്രം. മറിച്ച് ദീന് അള്ളാഹ്ക്ക്, ദുനിയാവ് മറ്റവർക്ക്. ഇത് ഇബ്രാഹിം നബിയുടെ മാർഗമല്ല, ഇത് ഈ മുഹമ്മദ് നബിയുടെ മാർഗമല്ല. വമാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം ജൂതനായിരുന്നില്ല, നസ്രാനിയായിരുന്നില്ല, ജീവിതത്തെ പകുക്കുന്നവനായിരുന്നില്ല. ഹനീഫ്, അള്ളാഹു എന്ന ഒറ്റ ലക്ഷ്യത്തിൽ സ്വന്തം ജീവിതത്തെ സമർപ്പിച്ചവനാണ്. അവസാനമാണ് തൗഹീദിന്റെ ഈ സ്ഥാപകനായ ഇബ്രാഹിം നബിനെ കാണുന്നത്. നിങ്ങൾ നോക്കി, റസൂല് വിഗ്രഹങ്ങളെയൊക്കെ തച്ചെടുക്കുന്ന എപ്പോഴാ? അവസാനം മക്കപ്പത്തൊക്കെ വേണ്ട ആ ജനങ്ങളാണ്. അതിന് മുമ്പൊന്നും റസൂൽ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് സംഭവങ്ങൾ. ഏതായാലും സുഹൃത്തുക്കളെ, ഈ സൂറത്ത് ബനി ഇസ്രായീൽ മൗലാന മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആനെങ്കിലും നിങ്ങളൊന്ന് വായിക്കണം. ഇതിന്റെ ഒരുപാട് ആയത്തുകൾ വെച്ചുകൊണ്ട് തന്നെ, ഒരുപാട് ആയത്തുകൾ വെച്ചുകൊണ്ട് എന്താണ് ഇസ്ലാം, എന്താണ് ഇസ്ലാമിന്റെ പ്രകൃതി, എന്തായിരുന്നു മുഹമ്മദ് നബിയുടെ സമീപനം ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും യഥാവിധി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആ മാർഗത്തിൽ ജീവിതത്തെ സമർപ്പിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റഹ്മത്തിൽ ലിൽ ആലമീൻ ഫമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. യാ അയ്യുഹല്ലദീന ആമനൂ ഊസീകും ബിത്തഖ്വല്ലാഹ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, ജീവിതത്തിൽ മുച്ചൂടും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഇന്ന് ഖുത്ബ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ ഖത്തീബ് ഫൈസലുമായി സംസാരിച്ചപ്പോൾ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കൈവെട്ടിന്റെ സംഭവമാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ മിമ്പറിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ഏതോ ഒരു സുഹൃത്ത് എൻ്റെ കയ്യിൽ ഒരു കവർ കൊണ്ടു തന്നു. ചുരുങ്ങിയത് നിങ്ങൾ ആത്മാർത്ഥയോടുകൂടിയാണെങ്കിൽ ഖത്തീബുമാരെ വീട്ടിൽ കണ്ട് നേരത്തെയെങ്കിലും ഇത് കൊടുക്കണമെന്ന് അവർ ഓർമ്മിപ്പിക്കുക. അതിൻ്റെ തുടക്കം ഓൾ ഇന്ത്യ മുസ്ലിം ഇമാംസ് കൗൺസിലാണ്. ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിലാണ്. എനിക്ക് വായിക്കാൻ സമയം കിട്ടിയില്ല, തൊട്ട് മുമ്പാണല്ലോ കിട്ടിയത്. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അനുയായികൾ എന്ന് അഭിമാനിക്കുന്നവർ എന്താണ് ഇതിലൂടെയൊക്കെ ചെയ്തുകൊണ്ട്? ആരോ ആകട്ടെ, എന്താ ഇവിടെ ഇസ്ലാമിക സമൂഹത്തിന് ഇതിൽ ഒരുപാട് സംഭവങ്ങൾ മേറാജിന്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ഞാനത് സമയമില്ലാത്തതുകൊണ്ട് ഒരുപാട് കാഴ്ചകളുടെ കൂട്ടത്തിൽ ഒരു കാഴ്ച, ഇങ്ങനെ നരകം സ്വർഗം കണ്ടു, അതിലൊക്കെ പറഞ്ഞതുണ്ട്. അതിലൊരു കാഴ്ച, ഒരു കല്ലിന്റെ ഉള്ളിൽ നിന്ന്, ഒരു ചെറിയൊരു സുഷിരത്തിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വരുന്നു. ഒരു കാള, ഒരു കൂറ്റൻ കാള ഒരു കല്ലിന്റെ സുഷിരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. വീണ്ടും അത് ആ സുഷിരത്തിലൂടെ കയറാൻ ശ്രമിക്കുന്നു, പക്ഷേ കഴിയുന്നില്ല. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മുഹമ്മദ് നബി ചോദിച്ചു, അല്ല ജിബ്രീൽ, ഇതെന്താണ്? ജിബ്രീൽ പറഞ്ഞു, മുഹമ്മദ് നബി, താങ്കളുടെ സമുദായത്തിൽ യാതൊരു ആലോചനയും ചിന്തയുമില്ലാതെ എടുത്തു ചാടും, പലതും ചെയ്യും. എന്നിട്ട് പിന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ചില ആളുകൾ, അവരാണ് ഇത് എന്ന് നിങ്ങൾ കാണാം. ഈ ഒരുപാട് ഹദീസുകളിൽ ഇത്തരം ദൃശ്യങ്ങൾ പലതും പറഞ്ഞ കൂട്ടത്തിൽ ഇതാ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് മുമ്പ് പലതും നടന്നല്ലോ. എന്താണത്? ഒരുപാട് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചരിയും വെച്ചുകൊണ്ട് ഒരു കഅബ് ബിൻ അസ്റഫ്, അത് മാത്രമാണ് പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു വധം നടത്തിയത്. അത് പ്രവാചകൻ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനാണ്, നിന്ദിച്ചതിന്റെ പേരിലൊന്നുമല്ല. എത്രയെത്ര സംഭവങ്ങൾ വേറെ ഉണ്ട്. മക്കം ഫത്തയിൽ ഇത്ര വലിയ ക്രൂരന്മാർ, അവരെ റസൂൽ എന്ത് ചെയ്തു? മക്കം ഫത്തയിന് പോകുന്ന സമയത്തിന് റസൂൽ പറഞ്ഞല്ലോ, ബദറിൽ ഇബ്നു അബ്ബാസിനെ കണ്ടാൽ നിങ്ങൾ കൊല്ലരുത്, ഇബ്നു അബ്ബാസിനെ കണ്ടാൽ നിങ്ങൾ കൊല്ലരുത്. അദ്ദേഹം നിർബന്ധിതനായിട്ടാണ് വരുന്നത്. റസൂലിന്റെ ജീവിതത്തിൽ മുഴുവൻ റസൂലിനെയും റസൂലിന്റെ സന്ദേശത്തെയും കുഴിച്ചുമൂടാൻ ശ്രമിച്ച അബൂ സുഫിയാൻ, റസൂൽ മക്കം ഫത്തഹിന്റെ വേളയിൽ റസൂൽ എന്താ പറഞ്ഞത്? മൻ ദഖല ബൈത്തല്ലാഹ് ഫഹുവ ആമിനുൻ. ആരെങ്കിലും അല്ലാഹുവിന്റെ കഅബയിൽ കയറിയാൽ അവൻ സുരക്ഷിതനാണ്. ഉടനെ വാക്ക്, മൻ ദഖല ബൈത്ത അബീ സുഫിയാൻ ഫഹുവ ആമിനുൻ. ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയാൽ അവൻ സുരക്ഷിതനാണ്. ചരിത്രത്തിൽ മുഴുവൻ റസൂലുള്ളാഹിനെയും റസൂലുള്ളാഹിന്റെ ആളുകളെയും കുഴിച്ചുമൂടാൻ ശ്രമിച്ച അബൂ സുഫിയാൻ, പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു റസൂൽ മാപ്പ് കൊടുത്തു, ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ സംഭവങ്ങളൊക്കെ അറിയാലോ, എന്തൊക്കെ
എന്തൊക്കെ വേണം? ഒരുപാട് സംഭവങ്ങളുണ്ട്. വേറൊരു ഏതായാലും സമയം പറഞ്ഞു ഒരു മനുഷ്യന്റെ ഇസ്ലാം സ്വീകരണം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ലമാനുൽ അസ്ദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം നാട്ടിൽ റസൂലിനെ കുറിച്ച് വല്ലാത്ത കുപ്രചരണങ്ങൾ, ഇവൻ ഭ്രാന്തനാണ്, ഇവൻ അതാണ്, ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പ്രചരണം. ഇത് കേട്ടപ്പോ ഇയാളുടെ മനസ്സിലൊരു തോന്നി, ഈ ലമാനുൽ അസ്ദി എന്ന് പറയുന്ന ആള് ഭ്രാന്തന്മാരെ ചികിത്സിക്കുന്ന ആളാ, മനോരോഗികളെ ചികിത്സിക്കുന്ന. ഇയാളുടെ മനസ്സിലെങ്ങനെ തോന്നി, ഇങ്ങനെ ഒരു ഭ്രാന്തനാണ് മുഹമ്മദെങ്കിൽ എന്നാ പിന്നെ ചിലപ്പോൾ ഞാൻ ചികിത്സിച്ച അവൻ ശരിയായേക്കും. ആലോചിച്ച് നോക്കി, നിഷ്കളങ്കനായ മനുഷ്യൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ഈ മനുഷ്യൻ നേരെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു. വളരെ അതാണ് ചരിത്രത്തിൽ അത് വിശദീകരിക്കുന്നത്. വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഒരു മനോരോഗ ചികിത്സയാണ്, ഒരു മന്ത്രവാദിയാണ്, അറബി എന്ന് ഉച്ചരിക്കാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ചിലപ്പോ എന്റെ ചികിത്സ മോനെ നിങ്ങളുടെ ഭ്രാന്ത് നന്നായേക്കാം, നിന്റെ ഭ്രാന്ത് ഞാൻ നന്നാക്കി തരാം, നിന്റെ ഭ്രാന്ത് ഞാൻ മാറ്റിത്തരാം. മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറയാ. ഉടനെ എന്തായിരിക്കും നമ്മളാണെങ്കിൽ പറയാ, അള്ളാഹിന്റെ റസൂൽ അൽഹംദുലില്ലാഹ്, ഹംദും സ്വലാത്തും കഴിഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ ചൊല്ലി ഇയാൾ ഇങ്ങനെ പകച്ചു നിന്നു. ഉടനെ അയാൾ പറഞ്ഞു, ഞാൻ ജ്യോത്സ്യന്മാരെ കേട്ടിട്ടുണ്ട്, ഞാൻ കവികളെ കേട്ടിട്ടുണ്ട്, ഞാൻ മുനജ്ജിം നക്ഷത്രം നോക്കുന്ന ആൾക്ക് ഇല്ല, അല്ല, ഈ വചനങ്ങൾ ഒന്നുമല്ല, ഇത് മറ്റേതോ സ്രോതസ്സിൽ വരുന്നത്. ഉടനെ ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. വളരെ ഇതാണ്, ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹിന്റെ മുഖത്ത് നിന്റെ ഭ്രാന്ത്, നീ ഭ്രാന്തനാണ്, നിന്റെ ഭ്രാന്ത് ഞാൻ നന്നാക്കി തരാം. ഇന്നിപ്പോ അങ്ങനെയുള്ള അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ നടക്കുന്നവരൊക്കെ ഭ്രാന്തന്മാരും തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ നമ്മളും ആ തീവ്രവാദത്തിൽ ചേരാൻ പോകുന്ന ചില മുസ്ലിങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഒറ്റ കാര്യം ഈ ആൾ ഇന്ത്യ ഇമാംസ് കൗൺസിലിന്റെ ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അന്യ സമുദായത്തിലെ പോട്ടെ, അള്ളാഹുവിന്റെ ദീനിലെ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടവർ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് നിങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിൽ എത്ര വ്യഭിചാരികളുണ്ട്, എറിഞ്ഞുകൊല്ലൂ. എത്ര ഹറാമുകൾ ചെയ്യുന്നവരുണ്ട്, എത്ര മുസ്ലിം സമുദായത്തിൽ എത്ര കൊലയാളികളുണ്ട്. ഉണ്ടോ നിങ്ങൾ നീതി നടപ്പിലാക്കാൻ? നിങ്ങളാണ് ഇത് ചെയ്യേണ്ടത്. പ്രവാചകൻ എത്ര ചെയ്തിട്ടുണ്ട് ആലോചിക്കണം. മറ്റ് ചരിത്രമൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? ഒരു മുസ്ലിം അവൻ ചിന്തിക്കേണ്ടത് ഏതൊരു പ്രവൃത്തിയിലൂടെയും ഈ ആദർശത്തിന് എത്ര നേട്ടം, എത്ര കോട്ടം. ലോകത്തിന്റെ മുമ്പിൽ ഒരു സമുദായത്തെ ഇത്രമാത്രം നികൃഷ്ടരായി ചിത്രീകരിക്കുക, ഏതോ വികാരിയായ വിവരമില്ലാത്ത ജാഹിലീങ്ങൾ അത് അങ്ങനെയായിപ്പോയി ഇങ്ങനെയായി പറയുന്നുണ്ടെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യർ അവർ മുസ്ലിമും ജാതിയും മതവും നോക്കിയല്ല എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് ആലോചിക്കുക സഹോദരങ്ങളെ. നമ്മുടെ ബുദ്ധി, വിവേകം വികാരമല്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടം ഖിയാമത്ത് നാളുടെ അവസാനത്തിൽ ഇങ്ങനെയുള്ള ജാഹിലീ തരത്തിലുള്ള ഇസ്ലാമിന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇത്തരം തീവ്രവാദങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു കൂട്ടർ ഉണ്ടാകണം. അതാണ് കണ്ടത്. ആ കൈവെട്ടേറ്റ മനുഷ്യൻ ആരുമില്ലാത്തപ്പോൾ, ഈ കേരളത്തിലെ ഒരു കുഞ്ഞും സഹായിക്കാനില്ലാത്തപ്പോൾ രക്തം കൊടുത്തു മുസ്ലിങ്ങളാണ്, പ്രവാചകന്റെ അനുയായികളാണ്. ആ കന്യാസ്ത്രീ വിളിച്ചു പറഞ്ഞു അച്ചായമ്മയുടെ പത്രത്തോട് പോലും അവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ വിലയിരുത്താനും പഠിക്കാനും ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ യഥാവധി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആ മാർഗത്തിൽ സമർപ്പിക്കുവാനും സ്വന്തം ഇച്ഛയും മറ്റുമൊക്കെ മാറ്റിവെച്ചിട്ട് എല്ലാ തരത്തിലുള്ള മതിൽക്കെട്ടുകളും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് അവന്റെ ദീനിന്റെ മാർഗത്തിൽ സമർപ്പിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങളുള്ളവർ അവരുടെ രോഗങ്ങൾ അള്ളാഹു ശിഫിയാക്കട്ടെ. എല്ലാ ആഴ്ചയും നമ്മുടെ ഈ പള്ളിയിൽ ഖുതുബ ശ്രവിക്കുന്ന, കഴിഞ്ഞ ആഴ്ചയും ഖുതുബക്കുണ്ടായ ഒരു സഹോദരൻ, ഇന്ന് അദ്ദേഹം 3 ബ്ലോക്ക് ആയി ഒരു ബൈപ്പാസ് സർജറിക്ക് വിധേയമാകുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് നിങ്ങൾ എല്ലാവരും ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു ആ സഹോദരന്റെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള ഇത്തരം പ്രയാസങ്ങളും രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവെ, പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിൽ നിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഇസ്തിഖാമത്ത്, ഈമാനികമായ ധൈര്യവും ഞങ്ങൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ശത്രുക്കളുടെ പ്രകോപനങ്ങളിൽ വീണുകൊണ്ട് ഈ ദീനിനെ പരിഹസിക്കപ്പെടുന്ന അത്തരം നിലപാടുകളിൽ നിന്ന് ഈ സമുദായത്തിലെ യുവാക്കൾക്ക് നീ വിവേകം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാലിൽ ഹാജാത്ത് ത്വയ്യിബ് സറാഹും വജൽ ജന്നത മഅവാഹും
ربنا آتنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين وأذل الشرك والمشركين اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه اللهم بارك في رجب وشعبان وبلغنا رمضان ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين.